CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സംസ്ഥാന തലത്തിൽ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എതിർത്തത് സ്വാഗതാർഹമായ നിലപാടാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ്. അങ്ങാടിപ്പുറത്ത് LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റിയാസുദ്ദീൻ. കറന്റ് ബിൽ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും PTA തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോട്ടപ്പുറം തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ബ്ലോക്കിലെ വൈദ്യുതി കണക്ഷൻ KCB കട്ട് ചെയ്തു. ഇതോടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സംസ്ഥാന തലത്തിൽ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഈ പറഞ്ഞ സംഘടനകളൊന്നും രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, മുന്നണിയിൽ ചേർത്തിട്ടില്ല. വെൽഫെയർ പാർട്ടി UDF മുന്നണിയിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രാദേശിക തലങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് അവർ LDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UDFന് ഒപ്പം നിൽക്കുന്നു. അവർ മുൻപും അങ്ങനെ ചെയ്തപ്പോൾ പലരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴും UDF ഭൂരിപക്ഷം കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മതസംഘടനയെ പറ്റിയും താൻ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു സലാമിന്റെ മറുപടി. പാണക്കാട് നിന്ന് വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, ഇനി പറയില്ല. പറഞ്ഞിട്ടില്ല, സഖ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മുന്നണിയിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ വെൽഫെയർ പാർട്ടി UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അവർ LDFന് ചെയ്തിരുന്നു, LDFൻ്റെ ഒപ്പം നിന്നിരുന്നു. ഇപ്പോൾ അവർ LDF കള്ളത്തരാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് കാലം പിന്തുണ കൊടുത്തു. അവരുടെ കള്ളത്തരവും വഞ്ചനാപരമായ നിലപാടും ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മാറുന്നു. ഇന്ത്യ രാജ്യത്ത് BJPയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണി, രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മാത്രമാണ് ശരണം. പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമാണ് കഴിയുക എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ മുന്നണിക്കും UDFനും പിന്തുണയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്. ആകാശം ഇടിച്ചു പൊളിച്ചിട്ടില്ല. അതിനെതിരെ വന്ന ആളുകൾ പറഞ്ഞതൊക്കെ എന്തായി, എവിടെയാണ് സംഭവിച്ചത്, എത്രയായി ഞങ്ങളെ ഭൂരിപക്ഷം കൂടിയത്, ഇതേ വാദഗതികളൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ UDFിൽ അവർ ഘടകകക്ഷിയല്ല, മുന്നണിയില്ല, സഖ്യമില്ല, ഒന്നുമില്ല. പ്രാദേശികമായി അവർ ഞങ്ങളെ ചിലയിടങ്ങളിൽ സഹായിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു സഹായിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വളരെ വ്യക്തമാണ്. വെൽഫെയർ പാർട്ടി രാജ്യത്താകമാനം ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിന്നിട്ടുണ്ട്, വിജയിച്ചിട്ടും ഉണ്ട്. വെൽഫെയർ പാർട്ടി ചിതലാണെന്ന ചില സംഘടനകളുടെ അഭിപ്രായത്തിൽ ചിതലാണെങ്കിൽ അവർ ജയിക്കുമോ എന്നും സലാം ചോദിച്ചു. CCN മലപ്പുറം. മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എതിർത്തത് സ്വാഗതാർഹമായ നിലപാടാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ്. അങ്ങാടിപ്പുറത്ത് LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങാടിപ്പുറത്ത് ചെയ്തില്ലേ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 5 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ജനങ്ങളോട് പറയാം. ഓരോ കൊല്ലവും അത് സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ വികസനക്ഷേമ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടിയാണ് LDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരുന്നത്. അത് നാട്ടുകാർക്ക് അറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭരിക്കാൻ, അതുപോലെ കേരളം ഭരിക്കാൻ UDFനേക്കാൾ നല്ലത് ഇടതുപക്ഷമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ നന്നായി അത് സ്വാധീനിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു കൂട്ടം സംസ്ഥാന നേതാക്കൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിലെങ്ങനെ നോക്കിക്കാണുന്നു? സ്വാഗതാർഹമായ കാര്യമാണ്.
കാരണം മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും മതസൗഹാർദ്ദവും അതുപോലെ മതനിരപേക്ഷ അടിത്തറയും സംരക്ഷിക്കാൻ അതിനെ വെല്ലുവിളിക്കുന്ന, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന RSSനെ പോലെ തന്നെ അതിൻ്റെ മറുവശമായ ജമായത്ത് ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത മുസ്ലിം സംഘടനകൾ, അതിൻ്റെ നേതാക്കന്മാർ, അവരുടെ പണ്ഡിതന്മാരെ CPM അഭിവാദ്യം ചെയ്യുകയാണ്. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ. കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റിയാസുദ്ദീൻ. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ മണ്ണാർക്കാട്ടും നമ്മൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോവുകയാണ്. ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും UDF ഭരിച്ചിരുന്ന പഞ്ചായത്തുകളിലും ആ മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റി. ഈ ഗവൺമെന്റിന്റെ ജനപക്ഷ വികസന പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കും അപ്പുറത്ത് ഇടതുപക്ഷത്തിന് വലിയ വിജയമുണ്ടാവും. അതാണ് ഞങ്ങൾ പറയും. ചെറുപ്പക്കാർ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്നവർ, വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവർ, ഈ നാട്ടിൽ നടന്ന അനവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് മാർക്കിടുന്ന നിഷ്പക്ഷരായ മനുഷ്യർ ഇടതുപക്ഷത്തോടൊപ്പം കേരളത്തിലും ഇവിടെയും എല്ലാം ചേർന്ന് നിൽക്കും. അവിടെ ഞാൻ വിശദമായി അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. അവിടെ തീർച്ചയായും കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം അത് ബീരുവിനെ ഭയപ്പെടുത്തുന്ന ഒരു താവളവും ധീരന്മാർക്ക് മോഹിപ്പിക്കുന്ന ഒരു അനുഭവവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രക്തസാക്ഷികളാവുക എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രായത്തിൽ, യൗവന സുരഭിലമായ കാലത്തിൽ കവി എഴുതിയതുപോലെ പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവും ഉണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായി ഊറിയോർ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവർ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവർ, പ്രിയമുള്ളവരെല്ലാം ഒരു ഉജ്ജ്വല സ്നേഹത്തിന് ഊർജമായി ഊട്ടിയോ. രക്തസാക്ഷി എന്നെഴുതിയതുപോലെ കുത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ അനശ്വരമായ ഓർമ്മകൾ നമുക്ക് ഈ പോരാട്ടത്തിൽ കരുത്താകും. CCN മണ്ണാർക്കാട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നിയമിതരായ പൊതുനിരീക്ഷകന്റെയും ചിലവ് നിരീക്ഷകരുടെയും യോഗം ജില്ലാ കളക്ടറും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമായ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. സ്ഥാനാർത്ഥികളുടെ ചിലവ് നിരീക്ഷണം ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരീക്ഷകർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ചിലവുകളും നിരീക്ഷിക്കും. 6 ചിലവ് നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ചിലവ് നിരീക്ഷണം നടത്തുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികൾ ചിലവുകൾ പരിമിതപ്പെടുത്തണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പരമാവധി 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും മത്സരിക്കുന്നവർക്ക് പരമാവധി 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർക്ക് പരമാവധി 1.5 ലക്ഷം രൂപയുമാണ് ചിലവഴിക്കാവുന്നത്. സ്ഥാനാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിൽ വരവ് ചെലവ് കണക്കുകൾ യഥാസമയം എഴുതി സൂക്ഷിക്കേണ്ടതും ചിലവ് നിരീക്ഷകർ ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കേണ്ടതുമാണ്. തിരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിനു ശേഷം 30 ദിവസത്തിനകം ഈ കണക്കുകൾ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മുൻപാകെ സമർപ്പിക്കണം. ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാനാർത്ഥികൾ തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യരാക്കപ്പെടുമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ യോഗങ്ങളിൽ അമിതമായ പണത്തിന്റെ സ്വാധീനവും ആർഭാടവും ഉണ്ടോ എന്ന് നിരീക്ഷകർ പരിശോധിക്കും. പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നോട്ടീസുകൾ, പരസ്യങ്ങൾ, യോഗങ്ങൾ തുടങ്ങിയവയുടെ ചിലവുകൾ സംബന്ധിച്ച് നിരീക്ഷകൻ പ്രത്യേക അന്വേഷണം നടത്തും. തിരഞ്ഞെടുപ്പ് നോട്ടീസുകളിലും ലഘുലേഖകളിലും പ്രസാധകന്റെയും പ്രസ് ഉടമയുടെയും വിശദാംശങ്ങളും അച്ചടിച്ച കോപ്പികളുടെ എണ്ണവും നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതും ചിലവ് നിരീക്ഷകരുടെ ചുമതലയാണ്. ചിലവ് നിരീക്ഷണത്തിന് പുറമെ അനധികൃതവും സംശയാസ്പദവുമായ പണമിടപാടുകൾ, അനധികൃത മദ്യം, മയക്കുമരുന്ന് കടത്ത്, തെറ്റായ രീതികളിൽ വോട്ടർമാരെ സ്വാധീനിക്കൽ തുടങ്ങിയവയും നിരീക്ഷിക്കും. കൂടാതെ സ്ഥാനാർത്ഥികൾ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. യോഗത്തിൽ പൊതുനിരീക്ഷകനായ PK ആസിഫ്, ചിലവ് നിരീക്ഷകരായ വിനോദ് ശ്രീധർ, മുഹമ്മദ് റിജാം, MR ധന്യ, K സുനിൽകുമാർ, തോമസ് സാമുവൽ, A നൌഷാദ്, തിരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ER ജയന്തി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. CCN മലപ്പുറം. കറന്റ് ബിൽ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും PTA തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോട്ടപ്പുറം തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ബ്ലോക്കിലെ വൈദ്യുതി കണക്ഷൻ KSEB കട്ട് ചെയ്തു.
ഇതോടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി തോട്ടർ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ഫണ്ട് ഉപയോഗിച്ചായിരുന്നു വൈദ്യുതി ബിൽ അടച്ചിരുന്നത്. എന്നാൽ നിലവിലെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ രീതി തുടരാൻ സാധിക്കില്ലെന്നും മാനേജർ ബിൽ അടയ്ക്കണമെന്നും നിലപാടെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. 2 ബ്ലോക്കുകളിലായി ഏകദേശം 9,000-ഓളം രൂപയാണ് സ്കൂളിൽ ബിൽ വരുന്നത്. കഴിഞ്ഞ മാസത്തെ ബില്ല് ഒരു തവണ മാനേജർ അടച്ചിരുന്നെങ്കിലും അതിനുശേഷം വന്ന ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് KSEB നടപടി സ്വീകരിച്ചത്. കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതോടെ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങി. ഇതേ തുടർന്ന് മാനേജർ നേരിട്ടിടപെട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറന്റ് ബില്ല് അടച്ചതായി പ്രിൻസിപ്പൽ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. നാട്ടുചരിത്രകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന MP മോഹൻദാസിനെ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി ചെർപ്പുളശ്ശേരിയിൽ അനുസ്മരിച്ചു. ഡോക്ടർ K. അജിത് മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഹരിദാസ് സാർ പറഞ്ഞ മാതിരി റോബി മാസ്റ്റർ വിവിധ വായനശാലകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഗോമാസ്റ്റർ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മോഹൻ സാറെ വന്ന് കാണാനും ഹരിദാസ് മാസ്റ്ററുള്ള സമയത്ത് കസ്തൂർബ വായനശാലയ്ക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള പല വായനശാലകൾക്കും ഒരു സാമ്പത്തിക സഹായം നൽകുന്നൊരു ഏർപ്പാടില്ല. അപ്പോൾ മോഹൻദാസ് മാസ്റ്ററെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാണാനും വായനശാലയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു ബന്ധം മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് 1.5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തു വരുന്നു എന്നുള്ളത്. എന്തിനും തീർച്ചയായിട്ടും അത് വളരെ യോഗ്യനായൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ വളരെ നിശബ്ദമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൗമ്യമായൊരു വ്യക്തിത്വം. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒരു അധ്യാപക വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറിന് ഉണ്ടായിരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ വിട്ടു പോകുമ്പോഴാണ് അവരെക്കുറിച്ച് കൂടുതൽ നമ്മൾ അവരുടെ വില മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. കാവുവട്ടം ശാരദാംബ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ TP ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. വേദി കൺവീനർ ബിജുമോൻ പന്തിരുകുലം, K. ബാലകൃഷ്ണൻ, PP വിനോദ് കുമാർ, റിട്ടയർഡ് AEO M. ജയരാജൻ, എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കൗൺസിൽ ചെർപ്പുളശ്ശേരി മേഖലാ പ്രസിഡന്റ് K. സേതുമാധവൻ, M. മനോഹരൻ, സാഹിത്യകാരി ശാലിനി മുരളി, ഷീബ അജിത്, TP സായിറാം, N. ജയൻ, വിനോദ് സേതുമാധവൻ, രാജഗോപാലൻ, പെൻഷേഴ്സ് യൂണിയൻ സെക്രട്ടറി സോമസുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. CCN ചെർപ്പുളശ്ശേരി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ശക്തമായ തൊഴിലാളി പ്രതിഷേധം നടന്നു. പ്രതിഷേധ സൂചകമായി ലേബർ കോഡുകളുടെ കോപ്പികൾ കത്തിച്ചു. കുന്നുമ്മൽ പെട്രോൾ പമ്പിന് സമീപം ജില്ലാ കളക്ടറുടെ വസതിയുടെ പരിസരത്ത് നിന്നാണ് തൊഴിലാളി റാലി ആരംഭിച്ചത്. റാലി കുന്നുമ്മൽ KSRTC പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുവായി അവർ പറഞ്ഞിട്ടുണ്ട്, ഓരോ മേഖലയിലും ഓരോ തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ നിർമ്മാണ തൊഴിലാളി സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ക്ഷേമനിധിയുടെ ചെയർമാനാണ്. ആ ക്ഷേമനിധി ഇപ്പോൾ തന്നെ ചില പ്രതിസന്ധിയിലാണ്. പക്ഷേ ഈ ലേബർ കോഡ് വരുന്നതോട് കൂടി ക്ഷേമനിധി കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായ സെസ്സിൽ ആ സെസ് ആക്ട് ഭേദഗതി ചെയ്തിരിക്കുകയാണ്. അതായത് 10 ലക്ഷം രൂപ വരെ ഉള്ള സ്വകാര്യ കെട്ടിടങ്ങൾക്ക്, റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് സെസ് ചുമത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ATUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ലേബർ കോഡ് വിരുദ്ധ പ്രതിഷേധം തുടരാനാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ തീരുമാനം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏരിയ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ തൊഴിലാളി പ്രകടനങ്ങൾ നടക്കും. തൊഴിൽ കേന്ദ്രങ്ങളിലും പ്രത്യേക സമരങ്ങൾ നടക്കുന്നുണ്ട്. CCN മലപ്പുറം. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം. പെരിന്തൽമണ്ണ പാതായ്ക്കര AUP സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനം ആരംഭിച്ചു. മികച്ച ഭൗതിക സാഹചര്യങ്ങളും കുട്ടികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള കിഡ്സ് പാർക്കും സ്കൂളിന്റെ പ്രത്യേകതയാണ്.
സാധാരണക്കാരുടെ മക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ പാതായ്ക്കര AUP സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമാണ് സ്കൂളിനുള്ളതെന്ന് ഹെഡ്മാസ്റ്റർ അറിയിച്ചു. ഏറ്റവും ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സാണ് കുട്ടികളുടെ പഠനം ഉറപ്പാക്കുന്നത്. അതേപോലെ അവരെ പരിചരിക്കുന്ന കെയർ ചെയ്യുന്നതിനുള്ള ഏറ്റവും പരിചയമുള്ള ആയമാരുമാണ് അവർക്കുള്ളത്. പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സാണുള്ളത്. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം. ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള ഒരു ടീച്ചർ വന്നിട്ട് അവർക്ക് പ്രത്യേകം കോച്ചിങ് നൽകുന്നുണ്ട്. കുട്ടികളുടെ അവർക്ക് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലാണ്, എൻവയോൺമെൻറ്റിലാണ് അവരുടെ പഠനം ഞങ്ങൾ സാധ്യമാക്കുന്നത്. അവർക്ക് വേണ്ട ഇൻഡോർ ഗെയിംസ്, അതേപോലെ ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ എല്ലാവരും കണ്ടതാണ്. മികച്ച ഭൗതിക സാഹചര്യങ്ങളും കുട്ടികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള കിഡ്സ് പാർക്കും സ്കൂളിന്റെ പ്രത്യേകതയാണ്. കൂടാതെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലനം നൽകുന്നതിനായി പ്രത്യേക പരിശീലകരെയും സ്കൂളിൽ നിയമിച്ചിട്ടുണ്ട്. Finally, your pizza is ready. Do you directly throw it in the dustbin? What do? You cut it and you enjoy, yes or no? Okay, let me put the steps for you. First, കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഭൗതിക സാഹചര്യവും അക്കാദമിക നിലവാരവും കൂട്ടി ഉറപ്പാക്കി അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുക. ഇതാണ് പാതായ്ക്കര AUP സ്കൂളിൻ്റെ വിഷൻ. ഈ വിഷനിൽ ഊന്നിക്കൊണ്ടാണ് നാം 2016 മുതൽ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2026-27 വർഷത്തെ മുഴുവൻ പ്രീ പ്രൈമറി കുട്ടികൾക്കും തികച്ചും പ്രവേശനം സൗജന്യവും, സൗജന്യ യൂണിഫോമും, സൗജന്യ പുസ്തകവും മാനേജ്മെൻറ്റ് സൗജന്യമായി വിതരണം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ എല്ലാ അർത്ഥത്തിലും തന്നെ ഉറപ്പാക്കണം. നമ്മുടെ സ്കൂളിൽ പുതിയൊരു സംരംഭത്തിന് കൂടി നാം തുടക്കം കുറിക്കുകയാണ്. 2025-26 അധ്യയന വർഷം മുതൽ മുഴുവൻ കുട്ടികൾക്കും അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പോവുകയാണ്. ഓരോ കുട്ടിയും, ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിക്കും, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും സൗജന്യ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ പോവുകയാണ്. അതുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻ കുട്ടികളെയും ഞങ്ങളുടെ സ്കൂളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. CCN പെരിന്തൽമണ്ണ. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം മോഹനം 2025 നവംബർ 28-29 തീയതികളിൽ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കും. ജില്ലയിലെ 43 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമേളയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. വള്ളുവനാട് വിദ്യാഭവനിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരിയുമായ അഡ്വക്കേറ്റ് കൃഷ്ണപുരത്ത് ഹരിപ്രിയ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കൃഷ്ണദാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി R. അനീഷ് മുഖ്യ പ്രഭാഷണം നടത്തും. 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 3 വിഭാഗങ്ങളിലായി 120 ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കലാമികവ് പ്രകടിപ്പിക്കും. കലോത്സവത്തിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ഡോക്ടർ കൃഷ്ണദാസ് പ്രിൻസിപ്പൽ P. ഹരിദാസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. 43ഓളം സ്കൂളുകളിൽ നിന്നും 2000-ഓളം കുട്ടികളാണ് 2 ദിവസത്തെ ഈ കലാമേളയിൽ പങ്കെടുക്കുന്നത്. 28-ാം തീയതി രാവിലെ 9 മണിക്ക് അഡ്വക്കേറ്റ് ഹരിപ്രിയ, ആ കുട്ടി അവിടുത്തെ വിദ്യാർത്ഥിയാണ്, ഓട്ടംതുള്ളൽ കലാകാരിയാണ്. അവരാണ് കലാമേള ഉദ്ഘാടനം ചെയ്യുന്നത്. 2ാമത്തെ ദിവസം വൈകുന്നേരത്തോടുകൂടി കലാമേള സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കൃഷ്ണദാസ്, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രചാർ പ്രമുഖ് KV സജിത് കുമാർ, പ്രിൻസിപ്പൽ P. ഹരിദാസ്, മാനേജർ K. കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. വള്ളുവനാടിന്റെ കലാപാരമ്പര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു വലിയ സാംസ്കാരിക വിരുന്നായിരിക്കും ഈ കലോത്സവം എന്ന് സംഘാടകർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സംസ്ഥാന തലത്തിൽ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എതിർത്തത് സ്വാഗതാർഹമായ നിലപാടാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ് അങ്ങാടിപ്പുറത്ത് LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റിയാസുദ്ദീൻ. കറന്റ് ബിൽ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റും PTA-യും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോട്ടപ്പുറം തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ബ്ലോക്കിലെ വൈദ്യുതി കണക്ഷൻ KCB കട്ട് ചെയ്തു. ഇതോടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.